നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 8-ാം തീയതി ഇടുക്കി, മലപ്പുറം ജില്ലകളിലും മെയ് 11-ാം തീയതി പത്തനംതിട്ടയിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മൺസൂൺ കൃത്യസമയത്ത് തന്നെ ലഭിക്കാനാണ് സാധ്യത എങ്കിലും മെയ് 15-ന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവൂ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. നാളെ വൈകിട്ട് മുതൽ വടക്കൻ കേരളത്തിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. എന്നാൽ അടുത്ത ആഴ്ച മധ്യ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ ലഭിച്ചേക്കും. ശക്തമായ മഴ സാധ്യത കണക്കാക്കി 9-ന് മലപ്പുറം, വയനാട് ജില്ലകളിലും 10-ന് ഇടുക്കി ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15-ന് ശേഷം അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലായതിനാൽ തന്നെ കാലാവസ്ഥാ വിദഗ്ധർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ മൺസൂൺ കൃത്യസമയത്ത് തന്നെ ലഭിക്കുമെന്നും സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കാമെന്നുമാണ് പറയുന്നത്. അതേസമയം ഈ മാസം അവസാനം വരെ ചൂടിന് കുറവ് ഉണ്ടാകില്ല. ഇന്നലെ പകൽ പാലക്കാട് രേഖപ്പെടുത്തിയ 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. കനത്ത ചൂട് 3 ദിവസം കൂടി തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രികാല താപനില മുന്നറിയിപ്പുണ്ട്. രാത്രിയിലും പുലർച്ചെയും 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില കൂടുതൽ ഇടങ്ങളിൽ രേഖപ്പെടുത്തുമെന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെട്ട പാലക്കാട് ജില്ലയിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇന്നലെയും ഇന്നുമായി ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. ആലപ്പുഴയ്ക്ക് പുറമെ തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ സാധ്യത എന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത് വേണ്ട ജാഗ്രത പാലിക്കുക. ജലാശയത്തിൽ കളിക്കാനോ കുളിക്കാനോ ഒന്നും ഇറങ്ങരുത്. കള്ളക്കടൽ പ്രതിഭാസം വീണ്ടും തുടരാനുള്ള സാഹചര്യമുണ്ട്. ശക്തമായ തിരമാലയും അതുപോലെ തന്നെ കടൽ ഉൾവലിഞ്ഞ വീണ്ടും മുന്നിലേക്ക് ശക്തിയോടുകൂടിയുള്ള തിരമാലയായി കരകയറാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ജാഗ്രത നിർദ്ദേശം വരികയാണ്. തൽക്കാലം അവധി ദിവസങ്ങളൊക്കെയാണ്. വിനോദസഞ്ചാരത്തിനായി കടൽ തിരഞ്ഞെടുക്കാതിരിക്കുക. കടലുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. വിനോദത്തിന് അത്തരം രീതികൾ ഉപയോഗിക്കാതെ മറ്റ് രീതികൾ ഉപയോഗിക്കുക. അത് ഒളിച്ചിരിക്കുകയാണ് അപകടമെന്ന് തന്നെ പറയാം. ഈ ഒരു വാർത്തകൾ വന്നതിന് ശേഷവും നമുക്ക് പൊലിഞ്ഞ ജീവനുള്ള എണ്ണം 3 ആണ്. 3 പേരോളം ഈ ഒരു വാർത്തകളൊക്കെ തന്നെ കേൾക്കാതെ കടലിൽ പോവുകയും തിരയിൽ അകപ്പെടുകയും മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഭയപ്പെടാതെ ഇത്തരം ഒരു ജലാശയങ്ങളിലൊക്കെ തന്നെ പോയുള്ള വിനോദം പരമാവധി കുറയ്ക്കുക.